നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. KL 15 A763 എന്ന KSRTC ബസ്സിൽ 3 CCTVകളാണ് ഉള്ളത്. എന്നാൽ ദൃശ്യങ്ങൾ സൂക്ഷിക്കാനുള്ള മെമ്മറി കാർഡ് ആ ബസ്സിൽ ഇല്ല. ഇതോടെ RPC 101 എന്ന നമ്പർ ബസ്സിലെ മെമ്മറി കാർഡിൽ ആശയക്കുഴപ്പം ഉയരുകയാണ്. ഗതാഗത മന്ത്രി അടക്കമുള്ളവർ ഉത്തരം പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും മെമ്മറി കാർഡ് കാണാതായി എന്നറിഞ്ഞ ഉടൻ തന്നെ അതിന് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗതാഗത വകുപ്പ് മന്ത്രി. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയും റോഡിന് കുറുകെ കാറിട്ട് KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ ബസ്സിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ നിർണായകമാണ്. ഈ ദൃശ്യം പരിശോധിക്കാനാണ് പോലീസ് തമ്പാനൂർ സ്റ്റാൻഡിൽ ഇന്ന് എത്തിയത്. ഞായറാഴ്ച സംഭവം നടന്നു. തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസം പിന്നിട്ടതിന് ശേഷമാണ് ഇന്ന് പോലീസ് എത്തിയത്. ഇതിനിടയിൽ തന്നെ ഒരു സർവീസ് ഇവർ നടത്തുകയും ചെയ്തിരുന്നു. ബസ്സിൽ പരിശോധിച്ച ശേഷം പോലീസാണ് മെമ്മറി കാർഡ് ഇല്ല എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതിലും അന്വേഷണം നടത്തും. കേസിലെ നിർണായക തെളിവ് ശേഖരിക്കാൻ ബസ് ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് KSRTCക്ക് കത്ത് നൽകിയിരുന്നു. തൃശൂരിലേക്ക് ട്രിപ്പ് പോയ ബസ് ഇന്ന് തിരിച്ചെത്തി എന്ന് അറിഞ്ഞാണ് പോലീസ് പരിശോധനയ്ക്ക് എത്തിയത്. ബസ് അമിത വേഗത്തിലായിരുന്നോ, വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്തിരുന്നോ എന്ന കാര്യത്തിലും CCTVയിലെ ദൃശ്യങ്ങൾ നിർണായകമായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്ന് അറിയാമായിരുന്നുവെന്നും ഇതൊക്കെ താൻ പ്രതീക്ഷിച്ചതായിരുന്നുവെന്നുമാണ് യദു പറയുന്നത്. താൻ ട്രിപ്പ് ഓടിച്ച സമയത്ത് എന്റെ സൈഡിലുള്ള ചെറിയ മോണിറ്ററിൽ റെക്കോർഡിംഗ് എന്നാണ് എഴുതി കാണിച്ചിരുന്നത് എന്നും ബ്ലിങ്ക് ചെയ്ത് അത് റെക്കോർഡാകുന്നത് താൻ കണ്ടതാണെന്നും മെമ്മറി കാർഡ് CCTVക്കകത്ത് ഉണ്ടായിരുന്നതായും യദു പറയുകയാണ്. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്നും പറയുന്നു. വിശ്വാസം ഇനി ഗതാഗത മന്ത്രിയിൽ മാത്രമാണെന്നും യദു വ്യക്തമാക്കുകയാണ്. ബസ്സിലെ യാത്രക്കാരുടെ പട്ടിക KSRTC അധികൃതർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇവരുടെ മൊഴിയും രേഖപ്പെടുത്തും. ഈ സാഹചര്യത്തിൽ CCTV ദൃശ്യം നിർണായകമായിരുന്നു. ബസ് ഓടിക്കുമ്പോൾ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നുവെന്ന് യദു വ്യക്തമായി തന്നെ പറയുകയാണ്. മെമ്മറി കാർഡ് ഉണ്ടായിരുന്നുവെന്നും യദു വിശദീകരിച്ചു കഴിഞ്ഞിരുന്നു. തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇതെന്നും യദു പറയുകയാണ്. ആരെങ്കിലും മെമ്മറി കാർഡ് ഊരി മാറ്റിയിരിക്കുമെന്നാണ് യദു പറയുന്നത്. മേയർക്കും MLAയ്ക്കുമെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡ്രൈവർ യദു സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കന്റോൺമെന്റ് പോലീസിന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് യദു സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിട്ട് പരാതി നൽകിയത്. കേസെടുത്തിട്ടില്ല എങ്കിലും മേയർക്കെതിരെ നിയമ പോരാട്ടം തുടരുമെന്നാണ് യദു ആവർത്തിക്കുന്നത്. മേയർക്ക് വേണ്ടിയാണ് അന്വേഷണം നടത്തുന്നത് എന്നാണ് ഉയരുന്ന ആരോപണം. അതിനിടെയാണ് മെമ്മറി കാർഡ് നഷ്ടമായി എന്ന് പോലീസ് തന്നെ പറയുന്നത്. അതിന്റെ ബസ് സർവീസ് തടഞ്ഞ മേയർക്കും MLAയ്ക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് DGPക്ക് KSU പരാതി നൽകി. നടുറോഡിൽ ബസ്സിന് മുന്നിൽ മേയറുടെ കാറ് കുറുകെ നിർത്തിയത് അടക്കമുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന ചോദ്യം പ്രതിപക്ഷം ശക്തമായി ഉയർത്തുന്നത്. വിഷയത്തിൽ KSRTC വിജിലൻസ് ഓഫീസറുടെ അന്വേഷണവും സമാന്തരമായി നടത്തുന്നുണ്ട്. ഇതിനിടെയാണ് മെമ്മറി കാർഡ് നഷ്ടമാകുന്നത്.